ഇനി നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് പഠിക്കാം. റിപ്പോർട്ടഡ് സ്പീച്ച് രണ്ട് ടൈപ്പാണ്, ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വേർഡ്സ് ഓഫ് ദ സ്പീക്കർ, അതായത് സ്പീക്കർ പറയുന്ന അതേ രീതിയിൽ നമ്മൾ പറയുന്നതിനെയാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആ സ്പീക്കർ പറയുന്ന കാര്യം നമ്മൾ വേറെ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തി, അതേ കാര്യം തന്നെ ചില മാറ്റങ്ങൾ വരുത്തി നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതാണ്. ഇതിന് ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് അറിഞ്ഞ് നമ്മൾ വേണം ഈ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പം നമുക്ക് ആദ്യം ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഒരു ഡയറക്റ്റ് സ്പീച്ചിൽ എത്ര പാർട്ട് ഉണ്ടെന്ന് പഠിക്കാം. ഇവിടെ ദ ടീച്ചർ സേസ് ദ എക്സാമിനേഷൻ വിൽ ബിഗിൻ ഓൺ മൺഡേ. ഇത് ടീച്ചർ പറയുന്നത് അതേപടി പറയുന്നതാണ്. ഇതിനെ നമ്മൾ പറയും ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയും. ഈ ഡയറക്റ്റ് സ്പീച്ചിൽ രണ്ട് പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതും, സെക്കൻഡ് പാർട്ട്. ഇതൊരു ഡയറക്റ്റ് സ്പീച്ച് നമ്മൾ പഠിച്ചു. രണ്ട് പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് അല്ലേ. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ കോമയ്ക്കുള്ളിൽ, ഇൻവെർട്ട് കോമയല്ല, കോമയ്ക്കുള്ളിൽ ദ ടീച്ചർ സേസ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ദ എക്സാമിനേഷൻ വിൽ ബിഗിൻ ഓൺ മൺഡേ. ഇതിൻ്റെ അകത്ത് ഈ സേസ് എന്ന് പറയുന്നതാണ് റിപ്പോർട്ടിംഗ് വേർബ്. ഇതിനെ പറയും റിപ്പോർട്ടിംഗ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് സ്പീച്ച് നടക്കുന്ന ഇതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. റിപ്പോർട്ടിംഗ് വേർബ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് വേർബ് സിമ്പിൾ പ്രസൻറ്റൻസിലാണെങ്കിൽ, സിമ്പിൾ പ്രസൻറ്റൻസ് പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ പ്രസൻറ്റൻസ് എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ കൂടെ എസ്സോ ചിലപ്പം വേർബിനോട് എസ് ചേർക്കാതെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യും. ഇവിടെ സേസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഡയറക്റ്റ് സ്പീച്ചിലെ ടെൻസ് നോക്കണം. ഡയറക്റ്റ് സ്പീച്ചിലെ ടെൻസ് എന്ന് പറഞ്ഞാൽ വിൽ ബിഗിൻ ആണ് ഡയറക്റ്റ് സ്പീച്ചിലെ ടെൻസ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസ് ആണെങ്കിൽ റിപ്പോർട്ടഡ് വേർബ് സിമ്പിൾ പ്രസൻറ്റൻസിലാണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലെ ടെൻസിന് യാതൊരു ചേഞ്ചസും ഉണ്ടാവില്ല. അതായത് ദ ടീച്ചർ സേസ് അല്ലേ. സേസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റൻസിലാണ്. ഇത് സേസ് എന്ന് പറയുന്നത് എന്താണ്? റിപ്പോർട്ടഡ് വേർബ്. അത് യാതൊരു ചേഞ്ചസും വരത്തില്ല. അതുകൂടാതെ അതിൻ്റെ കൂടെ ഒരു കൺജക്ഷൻ യൂസ് ചെയ്യും. ദാറ്റ് എന്ന് പറഞ്ഞ കൺജക്ഷൻ യൂസ് ചെയ്യും. ദാറ്റ് നമുക്ക് കോമ വേണ്ട, ഇൻവെർട്ടർ കോമയും വേണ്ട, രണ്ടും വേണ്ട. എന്താ പറയുന്നത്? ദ എക്സാമിനേഷൻ വിൽ ബിഗിൻ ഓൺ മൺഡേ അല്ലേ. ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് വന്നോ? ദാറ്റ് എന്ന് പറഞ്ഞ കൺജക്ഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? ഈ സേസ് എന്ന് പറയുന്നത് എന്താണ്? റിപ്പോർട്ടഡ് വേർബാണ്. റിപ്പോർട്ടഡ് വേർബ് സിമ്പിൾ പ്രസൻറ്റൻസിലാണെങ്കിൽ അതിനകത്ത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഉപയോഗിക്കുന്ന ടെൻസിന് യാതൊരു ചേഞ്ചസും ഉണ്ടാകത്തില്ല. ഇപ്പം ചേഞ്ചസ് വരുന്ന റിപ്പോർട്ടിംഗ് വേർബ്സ് ആണ് പറഞ്ഞിരുന്നത്. സേസ് എന്താവും? സേസ് ദാറ്റ്, സെഡ് ദാറ്റ്, സെഡ് ടു കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലെ കൺവേർട്ട് ചെയ്യുമ്പോൾ ടോൾഡ്. WH ക്വസ്റ്റ്യൻസ് ആൻഡ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ പഠിച്ചിട്ടുണ്ട്. 2 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഉണ്ട്, WH ക്വസ്റ്റ്യൻ ആൻഡ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ. അതിനകത്ത് WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഈ സെഡ് എന്നുള്ളത് എന്താവും? ആസ്ക്ഡ്. അതുപോലെ തന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യനിലും ആസ്ക്ഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് റിപ്പോർട്ടിംഗ് വേർബ് ഇൻഡയറക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് സേസ് ദാറ്റ്, സെഡ് ദാറ്റ്, ടോൾഡ്. ഇത് നമ്മൾ മനപ്പാഠമാക്കിയിരിക്കണം. സേസ്, അതിന് യാതൊരു ചേഞ്ചസും വരത്തില്ല, സേസ് ദാറ്റ്. കൂടാതെ ഡയറക്റ്റ് സ്പീച്ച്, അതായത് ഇൻവെർട്ട് കോമയിലുള്ള ഡയറക്റ്റ് സ്പീച്ചിലെ ടെൻസിന് യാതൊരു ചേഞ്ചസും ഉണ്ടാകത്തില്ല. എന്നാൽ ഇതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് വേർബ് സെഡ്, അത് ഇൻഡയറക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് എന്ന് പറഞ്ഞ കൺജക്ഷനോട് ചേർത്ത് സെഡ് ദാറ്റ് എന്ന് വരും. സെഡ് ടു ടോൾഡ് വരും. പിന്നെ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആസ്ക്ഡ് വരും. WH ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കൺജക്ഷൻ ഉപയോഗിക്കില്ല. ആസ്ക്ഡ് ഉപയോഗിക്കും, എന്നാൽ കൺജക്ഷൻ ഉപയോഗിക്കില്ല. ഇവിടെ എല്ലാം നമുക്ക് കൺജക്ഷൻ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നു. ഈ എസ് ഓർ നോ ക്വസ്റ്റ്യൻ കൺജക്ഷൻ ഉപയോഗിക്കും. കൺജക്ഷൻ ഉപയോഗിക്കുന്ന കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ ഈഫ് അല്ലെങ്കിൽ വെദർ. ഈ രണ്ട് കൺജക്ഷനാണ് ഇതിൽ എസ് ഓർ നോ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുന്നത്.
റിപ്പോർട്ടിംഗ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ട് കോമയിലുള്ളതാണ്. റിപ്പോർട്ടിംഗ് സ്പീച്ച് സിമ്പിൾ പ്രസൻറ്റൻസിലാണെങ്കിൽ, സിമ്പിൾ പ്രസൻറ്റൻസിലാണെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഓക്സിലറി വെർബ്സ് ആം, ഈസ്, ആർ അല്ലേ. ആം, ഈസ്, ആർ എന്തുവാകും? വാസ് അല്ലെങ്കിൽ വാസ് വരും, വേർ വരും. കൺവേർട്ട് ചെയ്യുമ്പോൾ ആം, ഈസ് ആണെങ്കിൽ വാസ് ആവും, ആറ് വേറാവും. പിന്നെ ഡു, ഡസ് അല്ലേ. ഡു, ഡസ് എന്ന് പറയുന്നത് ഇത് രണ്ടും സിമ്പിൾ പ്രസൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് അല്ലേ. ഇത് പ്രസൻറ്റൻസിൽ ഉപയോഗിക്കുന്ന അതെന്തുവാകും? ഡിഡ് എന്ന് പറഞ്ഞ് കൺവേർട്ട് ആവും. ഡു, ഡസ് ഡിഡ് ആവും. പിന്നെ ഹാവ്, ഹാസ് അല്ലേ. ഹാവ് അല്ലെങ്കിൽ ഹാസ് ഇത് ഏതിലേക്ക്? ഹാഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഹാവ്, ഹാസ് ഹാഡായിട്ട്. വിൽ എന്തുവാകും? വുഡ് ആവും. വിൽ, വുഡ്. ഷാൽ ഷുഡ്. ഇത്രയും കാര്യം നമ്മൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? സിമ്പിൾ പ്രസൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യും. ആമീസ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? വാസ് ആവും, ആറ് വേറാകും. ഡു, ഡസ് അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡു, ഡസ്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിഡ് ആണ്. ഡയറക്റ്റ് സ്പീച്ചിൽ ഡുവോ ഡെസോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആകുമ്പോൾ അത് ഡിഡ് ആവും. ഹാവ്, ഹാസ് എന്തുവാകും? ഹാഡ് ആകും. വിൽ വുഡ് ആകും. ഷാൾ ഷുഡ് ആകും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അടുത്തതായിട്ട് സിമ്പിൾ പ്രസൻറ്റൻസ് നമ്മൾ പഠിച്ചു. സിമ്പിൾ പ്രസൻറ്റൻസ് പാസ്റ്റ് ടെൻസായിട്ട് കൺവേർട്ട് ആവും. ഇനിയും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തുവാകും? പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് അല്ലേ പ്ലസ് ING ഫോം അല്ലെങ്കിൽ ആർ പ്ലസ് ING ഫോം. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് ഇത് ഓക്സിലറി വെർബ്സ് ആണ്. അതിൻ്റെ പ്ലസ് ING വരുന്നതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ആം, ഈസ് എന്തുവാകും? വാസ് വരും അല്ലേ. ആം, ഈസ് ചേഞ്ച് ആകുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ആം, ഈസ് ചേഞ്ച് ആകുമ്പോൾ വാസ് വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഈസ് ക്രൈയിങ്. ഈസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഈസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റൻസിനെ കാണിക്കുന്ന ഓക്സിലറി വെർബ്സ് ആണ് അല്ലേ. ഈസ് എന്ന് പറഞ്ഞാൽ ഇതെന്തുവാകും? ഇത് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് ഈസ്. അതിൻ്റെ കൂടെ ഒരു ING ഫോം, വെർബിൻ്റെ ഒരു ING ഫോം വരുമ്പോൾ ഇതെന്തുവാകും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവും. ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താവുമെന്ന് നമ്മൾ പഠിച്ചത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. ഈസ് എന്തുവാകും? വാസ് ക്രൈയിങ് അല്ലേ. ആറാണെങ്കിലോ വെയർ അല്ലേ. ആറ് പാസ്റ്റിലേക്കാകുമ്പോൾ വെയർ. എന്നിട്ട് വെർബിൻ്റെ ING ഫോം. ഈ എക്സസൈസ് നോക്കിയേ. മൈ ഫാദർ വിൽ സേ ബുക്സ് ഹാവ് ബിക്കം വെരി കോസ്റ്റ്ലി. ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു റിപ്പോർട്ടഡ് വെർബ് എന്ന് പറയുന്നതാണ് വിൽ സേ. റിപ്പോർട്ടഡ് വെർബ് വിൽ സേ ഇത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഈ റിപ്പോർട്ടഡ് സ്പീച്ചിലെ ടെൻസ് നോക്കണം. റിപ്പോർട്ടഡ് സ്പീച്ചിലെ ടെൻസിന് യാതൊരു ചേഞ്ചസും ഇൻഡയറക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിലെ ടെൻസിന് യാതൊരു ചേഞ്ചസും വരത്തില്ല. അതായത് നോക്കിയേ, ഇതങ്ങനെ ആൻസർ ചെയ്യും. മൈ ഫാദർ വിൽ സേ ദാറ്റ് അല്ലേ. ദാറ്റ് എന്ന് പറഞ്ഞൊരു കൺജക്ഷൻ ചേരുന്ന അല്ലാതെ യാതൊരു സേ ദാറ്റ് ബുക്സ് have become very costly. നമ്മൾ ഇൻവേർട്ട് കോമ വേണ്ട. ഇൻഡയറക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം കോമ വേണ്ട, ഇൻവേർട്ട് കോമയും വേണ്ട. മൈ ഫാദർ വിൽ സേ ഇവിടെ യാതൊരു ചേഞ്ചസും ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു സിമ്പിൾ പ്രസൻറ്റൻസ് ആണ്. റിപ്പോർട്ടഡ് വെർബ് സിമ്പിൾ പ്രസൻറ്റൻസോ ഫ്യൂച്ചർ ടെൻസോ പ്രസൻറ്റ് പെർഫെക്റ്റോ എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റോ ആണെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിൽ യാതൊരു ചേഞ്ചസും ഉണ്ടാകത്തില്ല. ഇവിടെ വിൽ സേ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഈ ഫ്യൂച്ചർ ടെൻസ് വന്നത് കാരണം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വന്നത് കാരണം ഈ
ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിന് യാതൊരു ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. മദർ ഹാസ് സെഡ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. ഇവിടെ മദർ ഹാസ് സെഡ്, ഈ ഇവിടുത്തെ റിപ്പോർട്ടഡ് വെർബ് എന്ന് പറയുന്നത് ഏതാണ്? ഹാസ് സെഡ്. ഇത് ഏത് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതെന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ? ഹാസ് നമുക്കറിയാം, ഹാവ് ഹാസും നമ്മൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്ന ഹാസ് പ്ലസ് സെഡ് അല്ലേ? ഇതിനെ നമ്മൾ പറയും പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ? പ്രസന്റ് പെർഫെക്റ്റിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിനും യാതൊരു ചേഞ്ചസും ഉണ്ടാകത്തില്ല. ഏതിൽ? ഈ ഡയറക്റ്റ് സ്പീച്ചിലെ ടെൻസിന് യാതൊരു ചേഞ്ചസും ഉണ്ടാകത്തില്ല. മദർ ഹാസ് സെഡ് ദാറ്റ് എന്ന് പറഞ്ഞ കൺജക്ഷൻ ഉപയോഗിക്കുന്നു. പിന്നെ ഈ ഇൻവേർട്ട് കോമയും മാറ്റിയിട്ട് അതേപോലെ ദ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. ഒരു ചേഞ്ചസും വരുന്നില്ല. ഇവിടുത്തെ ടെൻസിനൊന്നും ഒരു ചേഞ്ചസ് വരുന്നില്ല. ഈസ് എന്നുള്ള ചേഞ്ചസ് പാസ് ആവുന്നൊന്നുമില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 3 കാര്യം നമ്മൾ പഠിച്ചു. ഒന്ന്, ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ നമ്മുടെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്ത് ഒരു ടെൻസിൽ ഒരു ചേഞ്ചസും വരുന്നില്ല. ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലും എന്ത് സംഭവിക്കത്തില്ല? യാതൊരു ചേഞ്ചസും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ യാതൊരു ചേഞ്ചസും ഉണ്ടാകത്തില്ല. ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ തരുന്നത് ടീച്ചർ സെയ്സ്. ഇതേതാണ്? സെയ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെങ്കിലും എന്ത് വരും? ഇൻവേർട്ട് കോമയിൽ ഇടും. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ യാതൊരു ചേഞ്ചസും ഉണ്ടാകത്തില്ല. ദാറ്റ് എന്ന് പറഞ്ഞ കൺജക്ഷൻ എല്ലായിടത്തും യൂസ് ചെയ്യുന്നതല്ലാതെ ദാറ്റ് എന്ന് പറഞ്ഞ കൺജക്ഷൻ യൂസ് ചെയ്യണം. ഇൻവേർട്ട് കോമായും നമ്മൾ റിജക്റ്റ് ചെയ്യണം. വേറെ ഒന്നും വേണ്ട. അതേപോലെ എഴുതുക. ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. ഇത് ഏതൊക്കെ റൂൾസിനാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ്. ഇത് ഇങ്ങനെ ഏത് റിപ്പോർട്ടഡ് വെർബ് വരുവാണെങ്കിൽ റിപ്പോർട്ടഡ് വെർബ് ശ്രദ്ധിക്കുക. റിപ്പോർട്ടഡ് വെർബ് എന്തൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ്, പിന്നെന്താണ് പറഞ്ഞത്? ഫ്യൂച്ചർ ടെൻസ്. ഇത് 3 വരുവാണെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ടെൻസിന് യാതൊരു ചേഞ്ചസും ഉണ്ടാവുന്നില്ല. ഫസ്റ്റ് റൂൾസ് അതാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ബേസിക് ആണ്. ഇത്രയും മാത്രമല്ല, റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഇനിയും കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കാനുണ്ട്. ഇപ്പം ഇത് പാർട്ട് 1 ആണ്. ഇതിൻ്റെ ഉടനെ തന്നെ പാർട്ട് 2 എടുക്കുന്നതായിരിക്കും. എല്ലാവരും ഇത് വാച്ച് ചെയ്യുക. ഉടനെ തന്നെ അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വരും. ഓക്കെ, ബൈ.